ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ടോക്കിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാമ്പഴ പുളിശ്ശേരിയാണ്. അതായത് ഇന്നലെ നമ്മൾ ഇളയമേനെ ഫ്രാങ്കീക്കാൻ കൊണ്ട് ഇപ്പോൾ കിട്ടിയ മാങ്ങയില്ലേ, ആ മാങ്ങയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ തൊലി മുകളിലെ തൊലി ഒന്ന് ചെത്തി കൊടുത്തതിന് ശേഷം ഈ തൊലി ഇങ്ങനെ നന്നായിട്ട് റിമൂവ് ചെയ്യണം കേട്ടോ. ഇത് ഒഴിവാക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ പൊളിച്ചു, കാരണം ഇത് നമ്മുടെ വടകര ഏരിയയിലുള്ള എന്താ പറയുക, പഞ്ചാര മാങ്ങ എന്നൊക്കെ പറയും. അടിപൊളി മധുരം കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. എന്താ പറയുക, ആ തൊലി തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റ്. ഞാനിത് ഇറന്ന് വെക്കുമ്പം തന്നെ അവിടുന്ന് ഇളയമ്മയും മറ്റേ ആവണിയും കൂടെ കരിച്ചെടുത്ത് തിന്നുവാണേ ഈ ഓരോ തൊലി എടുത്തിട്ട്. കാരണം അത്രയും മധുരമുണ്ട്. എനിക്കിപ്പോൾ പറയുമ്പം തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്, അത്രയും ടേസ്റ്റാണ്. ഇത് മാവിൻ്റെ മുകളിൽ തന്നെ വീഴുന്നതുകൊണ്ട് അതിൻ്റേതായ ടേസ്റ്റ് വേറെ തന്നെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് പൊളിച്ചെടുക്കുകയായിരുന്നു, കാരണം നല്ല മധുരവും നല്ല പഴുത്ത് നിൽക്കുന്ന മാങ്ങയാണല്ലോ. അങ്ങനെ എല്ലാം പൊളിച്ചെടുത്ത് ഇങ്ങനെ മൺകലത്തിലേക്ക് മാറ്റി കൊടുത്തു. കാരണം ഇങ്ങനത്തെ മൺകലത്തിലാണ് നമ്മൾ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നോൺ സ്റ്റിക്കിനേക്കാളും. അങ്ങനത്തെ മൺകലത്തിൽ 4 മാങ്ങ ഇട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. അതായത് ഇതൊന്ന് ഒന്ന് പതയ്ക്കാൻ മാത്രമുള്ള വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു. അധികം വെള്ളം ഇതിന് വേണ്ട, ഓൾറെഡി മാങ്ങ പഴുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പത മാത്രമേ അതിന് വേണ്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ശരിക്കും അടുപ്പത്ത് വെച്ച് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അവിടെ എല്ലാം ഒരുവിധം അടുപ്പത്തൊക്കെ വെക്കും, പക്ഷേ ഞാൻ അടുപ്പങ്ങനെ യൂസ് ചെയ്യാറില്ല, ഗ്യാസിൻ്റെ മുകളിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും. അത് ആദ്യം ചേർക്കാതെ ഉപയോഗിക്കുക കേട്ടോ. ഉപയോഗിക്കാതെ മീൻസ് അത് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഞാനിവിടെ കുറച്ച് മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ കുറച്ച് ഇത് ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ഈ മരത്തിൻ്റെ കയ്യിൽ, അതായത് നമ്മളുടെ ചിരട്ടക്കൈയിലാണ് അധികം ഉപയോഗിക്കാറ്, സ്റ്റീലിനേക്കാളും. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന്, അപ്പോൾ ഇങ്ങനെയുള്ള കയ്യിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മാങ്ങ അങ്ങനെ ഉടഞ്ഞും പോവില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് എന്താക്കി നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തു. ഒരു 5-10 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതിങ്ങനെ മാങ്ങ പതച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ അതിൻ്റെ മുന്നേ തന്നെ കുറച്ച് വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതായത് ഒരു വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ട്. നിങ്ങൾക്ക് മധുരം അധികം വേണേൽ മധുരം എടുക്കാം. ഞാൻ ഒരു വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒരു വെള്ളം എടുത്തിട്ട് കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം പതച്ച ഈ മാങ്ങയിലേക്ക് നമ്മളെന്ത് ചെയ്തു, ഈ ഉരുക്കി വെച്ച വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വേണേൽ അരിച്ചൊഴിക്കുക കേട്ടോ. ഞാനിവിടെ കല്ലധികം ഇല്ലാത്ത കൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി മാറ്റി വീണ്ടും അടച്ച് വെക്കണം. അതിന് മുന്നേ നമുക്കൊരു സ്പൂണ് നെയ്യ് കൂടി ഇതിൽ ചേർക്കണം. ഒരു സ്പൂൺ, അതായത് ഞാൻ എടുത്ത നെയ്യ് കാണിച്ചു തരാവേ. ഇത്രയും നെയ്യാണ് ഞാൻ ഇതിൽ ചേർത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് കുറച്ച് കുറയ്ക്കാം കേട്ടോ, കാരണം നെയ്യ് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താം. പക്ഷേ ഞങ്ങൾക്കിവിടെ നെയ്യ്ക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ മാമ്പഴ പുളിശ്ശേരിക്ക് ഓൾമോസ്റ്റ് നെയ്യാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നെയ്യിട്ടാലേ ഒരു മാമ്പഴ പുളിശ്ശേരിന് ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും അടച്ചു വരും. അപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാങ്ങ മാത്രം അടി പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിങ്ങനെ ഇളക്കി ഈ ഒരു മുഴുത്ത പരുവാകുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യണം, ചിരകി വെച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, അതായത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി തേങ്ങയാണ് എടുത്ത്. ആ തേങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂണ് മറ്റേ ജീരകം, അതായത് ഇവിടെ നല്ല ജീരകം എന്നൊക്കെ പറയുക, പെരുംജീരകം കൊണ്ട് നല്ല ജീരകം, ഇവിടുത്തെ നല്ല ജീരകം എടുത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി, ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എനിക്ക് ഇവിടെ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടത്. ഇത്ര ഇടുമ്പോഴൊക്കെയാണ് ആ ഒരു മാമ്പഴ പുളിശ്ശേരി ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം കുറയ്ക്കുകയെല്ലാം ചെയ്യാം. ഇതിലേക്ക് കട്ട തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്, വെള്ളമല്ല കേട്ടോ, കട്ട തൈര് വെച്ചിട്ട് അടിച്ചെടുത്തു, അധികം പൊടിയില്ലാത്ത. അങ്ങനെ അത് വെച്ച് അടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നമ്മൾ കുറച്ചുകൂടെ വെള്ളം വേണമായിരുന്നേ. അപ്പോൾ ആ തേങ്ങേൻ്റെ ജാറിലേക്ക് തന്നെ, അരച്ച തേങ്ങേൻ്റെ ജാറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റ് വീണ്ടും ഇതൊന്ന് കുറുകാൻ വേണ്ടി വെക്കണം. അധികം കുറുക്കാൻ പറ്റില്ല, എന്നാൽ അധികം ലൂസാവാനും പറ്റില്ല. ആ ഒരു പരുവത്തിൽ
നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഉണ്ടോ ഈ ഒരു അതായത് അധികം മുഴുപ്പുമല്ല അധികം ലൂസും അല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ആക്കി അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുത്ത ഇതിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് പാൻ ചൂടാക്കുക. അത് ചൂടാകുന്ന സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. ഇവിടെയും നിങ്ങൾക്ക് വേണേൽ നെയ്യ് കുറയ്ക്കുക കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് 2 സ്പൂൺ എടുത്തത്. ആ 2 സ്പൂൺ നെയ്യിലേക്ക് നമ്മൾ കടുക് അതായത് കുറച്ച് കടുക് 1 സ്പൂണോ ഒരു കടുക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് നമ്മളെ ചുവന്ന മുളക് നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചുവന്ന മുളകുണ്ടല്ലോ, ആ മുളകാണ്. ആ മുളക് നന്നായിട്ട് കഴുകിയിട്ട്, അതായത് ഞാനിവിടെ കഴുകി വെച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഗ്യാസ് തീ പടരാൻ സാധ്യതയുണ്ട്. അത് കെയർ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഇട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇളക്കി കൊടുത്തു. അതിന് ശേഷം ആർക്കും വേണ്ടാത്ത കുറേ കരിവേപ്പിലയും കൂടി ഇട്ടു. അത് നമ്മളെ വീടുണ്ടായ ചെറിയ കരിവേപ്പിലയാണ്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് തട്ടിക്കൂട്ടി ഇളക്കിയാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് നോക്കുന്നത്, അതുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ. ആവണിക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ ആവണിയും പറയുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചു. ഇനി ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കാമല്ലോ. അപ്പോഴേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അടിപൊളിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുകയും വേണേ. അതിനുശേഷം ഞാൻ ഫുഡ് എടുത്തു, കുറച്ച് ചോറ് എടുത്ത് അതിൻ്റെ കൂടെ മാമ്പഴ പുളിശ്ശേരി, അതൊരു മാങ്ങ കൂടെ ഇട്ട് അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ കുറച്ച് ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരിയും പപ്പടവും എല്ലാം കൂട്ടി കഴിച്ചു. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അങ്ങനെ മധുരമൊന്നും വലിയ ഇഷ്ടമില്ല, പക്ഷെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇളയമേ കഴിക്കുന്നുണ്ട്, ഇളയമയ്ക്ക് നാണം കൊണ്ട് മറിഞ്ഞ് നിന്ന് കഴിക്കുകയാണ്. അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.